ഹായ് ഗൈസ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച തിരണ്ടിക്കറിയാണ്. ഇതിന് വേണ്ട ചേരുവകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വേപ്പില, ഇഞ്ചി, മുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ ഒരു ചുള കുടംപുളി. ഇത്രയും ചേരുവകളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അരമുറി തേങ്ങ ഇതുപോലെ വറുത്തരിച്ചെടുക്കാം. ഇനി ഇത് വറക്കണയിലേക്ക് ഇനി കുറച്ച് ചേരുവകൾ നമുക്ക് ചേർക്കാനുണ്ട്. അത് ഞാൻ ഇപ്പോൾ തന്നെ കാട്ടാം. 4 ചുവന്നുള്ളിയും 4 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം. നമുക്കിനി ഈ തേങ്ങ ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഗോൾഡൻ കളർ ആവുന്നതാണ് ഇതിൻ്റെ വേവിന് പാകം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ തിരണ്ടി പീസുകളാക്കി കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ചേരുവ ഒരു സീക്രട്ട് ടേസ്റ്റ് മേക്കറാണ്. അതിനായിട്ട് നമ്മൾ ഇടുന്നത് 1 പിഞ്ച് പെരുംജീരകവും അതുപോലെ തന്നെ 2 പിഞ്ച് ഉലുവയാണ്. ഇപ്പം ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പം ഏകദേശം നമ്മുടെ തേങ്ങ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർക്കാം. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്.